അറിയില്ല, വല്ലപ്പോഴും 2 കുപ്പി വാങ്ങിക്കൊണ്ട് പോകും. എനിക്ക് തോന്നുന്നത് കള്ളിന്റെ രുചി അച്ഛനും അറിഞ്ഞു തുടങ്ങിയെന്നാ. അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് കുടിക്കാതെ അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ ഓരോ രസവും പിടിച്ച് എല്ലാ രസവും ആ അച്ഛൻ അറിയുമല്ലോ എന്റെ കർത്താവേ. പോവാം. എന്തേ ഇന്ന് പോണ്ടേ? കാശ് കിട്ടിയില്ല. ആർക്ക് പുഴുങ്ങി തിന്നാനാ നിങ്ങളുടെ അമ്മായിപ്പം കാശ് കെട്ടിപ്പോഞ്ഞ് വെച്ചേക്കുന്നത്? ഇനി എന്ത് ചെയ്യും? ഇന്ന് പോകണ്ടെന്ന് വെക്കാം. ഇന്നലെ നമ്മുടെ നിന്ന് പോയത് ₹7,000. ഇന്നത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് വെല്ലു വിളിച്ചാൽ നമ്മൾ പോകുന്നത്. ചേരനായർ വന്നാൽ ആദ്യം അന്വേഷിക്കുന്ന ആൻഡു വന്നില്ലെന്ന്. ആ നായരുടെ മുമ്പിൽ നമുക്ക് നാണം കിടാൻ പറ്റുമോ? നാളെ എങ്ങനെയെങ്കിലും പോവാം. നാളെ ആണേലും കാശ് വേണ്ടേ? അതിന് വഴിയുണ്ട്. എവിടെ എവിടെ? കള്ളൻ 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 കള്ളൻ! ഇനത്തെ മോളെ എടിയാ ചൂടും കൂടെ എത്തിച്ചു. കള്ളൻ കള്ളൻ കുഞ്ഞിച്ച പിടിയവനെ കള്ളപ്പന്നി! ഞാനല്ല. നീ അല്ലേ? അല്ല. പിന്നെ ആരാ? ഇവനാ. ഞാനോ? കള്ളപ്പന്നി! കൊല്ലിയോ വേണ്ട? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാപ്പാ. കള്ളന്മാരെ കൊന്ന കേസില്ല. ഞാനല്ല. നീ അല്ലേ? നുണ പറയുന്നു. മതി, ഏതായാലും സാധനം പോയില്ലോ. ഇവനെ പിടിച്ചെട്ടിക്കൊണ്ട് കൊടുക്ക് ആ പാതിരിക്ക്. അയാൾ പറയണം ഇതിന്റെ സമാധാനം. അങ്ങേ ആ പാതിരിന്റെ അടുത്ത് തന്നെ കൊണ്ടാക്കണം. കള്ള സോറെ. എന്താ കാര്യം? എന്റെ വീട്ടിൽ കയറി 10-25 പേന്റെ ആഭരണം മോഷിച്ചു. ഞങ്ങൾ എല്ലാരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചതാ. ഞങ്ങളിന് എന്നാ ചെയ്യണം? അച്ഛൻ തന്നെ പറ. നേരാവടാ. അല്ലച്ചോ, ഞാൻ കള്ളനല്ല. കള്ളൻ ഇവനാ. ഞാൻ കടന്നു പിടിച്ചപ്പോ ഇവരെല്ലാം കൂടെ എന്നെ കള്ളനാക്കി. ഈ കള്ളപ്പന്നി നുണ പറയാണച്ചോ. ഞങ്ങൾ ഇത്രയും പേര് കണ്ടതാ. നിങ്ങൾ എല്ലാരും കണ്ടോ? ഞങ്ങൾ ഓടി വന്നപ്പോ ആന്റണി കുഞ്ഞച്ചനും കൂടെ ഇവനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന കണ്ടത്. അപ്പൊ ശരിക്കും കണ്ടത് ആന്റണി കുഞ്ഞച്ചനും മാത്രമാ അല്ലേ? ഞങ്ങളൊക്കെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. വാറുണ്ണി, ദൈവത്തെ ഓർത്ത് എന്നെ ഓർത്ത് സത്യം പറടാ. കർത്താവാണ് സത്യം. ഞാൻ കണ്ടിട്ടില്ല അച്ചോ. ചേടാ, ഇവനെ കള്ളനാക്കിയിട്ട് ഞങ്ങൾക്ക് എന്നാ പ്രയോജനം? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അച്ഛൻ എന്ത് വർത്താനായി പറയുന്നേ? ദീലിപ്പോസെ, സ്വന്തം കണ്ണിനെ പോലും വിശ്വസിക്കാനൊക്കാത്ത കാല. ഇവനെ വേണേ പോലീസിലേപ്പിക്കാം. അവരവനെ ഇനിയും ചതയ്ക്കും, കോടതി കൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യും.
പക്ഷെ സത്യം എന്താന്ന് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് വേണം. ആരോട് അന്വേഷിക്കാനാ? അതൊക്കെ പോലീസ് നോക്കുള്ളൂ. കള്ളം കയറി ആദ്യം കണ്ടതാരാ? ശരിയില്ല. ആ, അവളോട് ചോദിക്കുക. ഇവനാണെന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവനെ പോലീസിലേപ്പിക്കാം. ഓ, അതിന്റെ ഉണ്ട്. പക്ഷെ അതുവരെ ഇവനെ ഒന്നും ചെയ്യരുത്. ഞാൻ തന്റെ കാല് പിടിച്ചപേക്ഷിക്കാം. എന്നാൽ ഇപ്പൊ തന്നെ ചോദിക്കണം. അച്ഛനും പാ. വരാം. ഞാനില്ല. കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ബാക്കിയുള്ളവന്ന് മാറി. കാലയിലാണ് ഏതോ ഒരു പട്ടിയും കടിച്ചു. സലീനെ, ശരിക്കും ഓർത്ത് പറയണം. ഈ വാറുണ്ണിയാണോ മോഷ്ടിക്കാൻ കയറിയ? മുഖം മറിച്ചിരുന്നു അച്ചോ, അതുകൊണ്ട് ആരാന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാ, ഇയാളല്ല. ഇത്രയും പൊക്കമില്ലാത്ത ഇതിലും തടിയുള്ള ഒരാളാ. കുഞ്ഞച്ചനാണോ? പറ. എനിക്കറിയില്ല അച്ചോ. അവക്കറിയാം, പക്ഷെ പുറത്തു പറയില്ല. കാരണം കള്ളൻ കപ്പലിൽ തന്നെയാ. സൂക്ഷിച്ചോ. ഓട്ടയാ വേലിപ്പോസേ. നീ എന്തിനാ എല്ലാരും നിൽക്കുന്ന? പൊക്കോളിൻ. പറ. വേണ്ടാത്ത കാര്യത്തിന് കണ്ണി കണ്ടവിടെ തല്ലുപഴി ഇങ്ങനെ കൊള്ളനോടാ. അച്ഛൻ പറഞ്ഞല്ലേ പഴയ പോലെ ആരെയും തല്ലുവൊന്നും ചെയ്യരുത്. എന്നാ ഇപ്പൊ അതിങ്ങനെ തിരിച്ചെടുത്തിരിക്കുന്നു. ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളും കാണിച്ചു കൊടുക്കണം. പക്ഷെ അവിടെ നെല്ലിയ പിന്നെന്ത് ചെയ്യും? പിന്നെ മുതുക് കാണിച്ചു കൊടുക്കല്ല വേണ്ടത്, തിരിച്ച് മുതുക് തിരിക്കണം. പക്ഷെ ന്യായം നമ്മുടെ പക്ഷത്തായിരിക്കണമെന്ന് മാത്രം. മനസ്സിലായോടാ കുതിരക്കണാരാ? ആ, വാ പോ. നാറ്റക്കേസായി. നാട് മുഴുവൻ അറിഞ്ഞു. പോലീസിൽ പിടിപ്പിക്കാതിരുന്ന ആരുടെ കുരുട്ടാണോ? എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. സെലീനയുടെ അപ്പന്റെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീ വെപ്രാളം കാണിച്ച പ്രശ്നമൊക്കെ ഉണ്ടായത്. പെട്ടി കയ്യിൽ നിന്ന് വീണില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ കുഞ്ഞറിയത്തില്ലായിരുന്നു. വാതില് തുറന്നു കയറാതെ ഓട് പൊളിച്ച് കയറിയാ മതിയായിരുന്നു. ആ, ഇതിപ്പോ ഞാൻ തുറന്നു തന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ അച്ഛൻ തന്നെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഗതി വാറുണ്ണിയുടെ തലയിൽ തന്നെ ഇരുന്നേ. പോലീസിനെ കൊണ്ട് അവനെ പൊക്കിക്കുകയും ചെയ്യായിരുന്നു. ആൻഡ്രൂ, അവനല്ലേ വരുന്നത്? വല്ല കുഴപ്പമുണ്ടാക്കാനാണോ? പിന്നെ ഇന്നലെ നല്ല ഒന്നാന്തരം താങ്ങല്ലേ താങ്ങിയത്. തിരിച്ചൊന്ന് തള്ളാനുള്ള ചങ്കൂറ്റം പോലും ഇല്ലായിരുന്നു. എന്ത് വേണം? ഇന്നലെ കാര്യമില്ലാത്ത കാര്യത്തിന് എന്നെ കുറെ തല്ലിയില്ലേ? അച്ഛനോട് പറഞ്ഞ വാക്ക് തെറ്റിക്കാതിരിക്കാനാ നിന്ന് കൊണ്ടത്. ആഹാ, അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് നടന്നു, അല്ലെങ്കിൽ അച്ഛനും കൊള്ളും. അതിന് അച്ഛൻ വാക്ക് മാറ്റിയല്ലോ. എന്നാലും ഇത്തിരി കടന്ന കൈയായിപ്പോയി. രണ്ടിനെയും ബാലം വൈദ്യൊരു ധന്വന്തരം കുഴമ്പിട്ട് തിരുമീന്നാ കേട്ടത്. ഉള്ളിലെ നീർക്കെട്ട് പോവാൻ ഗോമൂത്രത്തിൽ കടുക്ക ഉപ്പിട്ട് കുടിപ്പിക്കുകയും ചെയ്ത്. കുറെ നാളത്തെ കലിയ എല്ലാം കൂടെ വെച്ച് കാച്ചി കൊടുത്തു. അച്ഛൻ സമ്മതിച്ചോണ്ടാ. നിന്റെ ഒരു കാര്യം, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്തല്ലേ കളരിക്ക് പുറത്ത്. പീലിപ്പോസിന് സംഗതി ഇഷ്ടപ്പെട്ടു, കേട്ടിട്ട് നന്നായുള്ളൂ എന്നാ പറഞ്ഞേ. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ട്. എന്ത് കാര്യം? അന്നമ്മയ്ക്കൊരു ചെക്കനെ കണ്ടുപിടിക്കണ കാര്യം. ചെക്കൻ നാളെ എത്തും. പെണ്ണെ ഇഷ്ടപ്പെട്ടാ പിന്നെ നീട്ടില്ല. വെളുത്താണോ? ചുമന്നതാ. വെളുത്തിരുന്നിട്ടെന്തിനാ? നല്ല അധ്വാനിയാ. ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. വയനാട്ടിലായിരുന്നപ്പോ എന്റെ കൂടെ നിർത്തി വളർത്തിയ ചെക്കനാ. എന്താലേ പോയിക്കോ, ഇവിടെ ആരും വരണ്ട. അവള് വന്നോട്ടാ. വേണ്ടച്ചോ, ഒക്കെ ശല്യങ്ങളാ. അവസാനം നാട്ടുകാരെ തെറിയും തെമ്മാടുത്തോ ഞാൻ കേൾക്കണം. കയ്യിലിരിപ്പുണ്ടല്ലേ,
എന്നെ ഇവിടെ കയറ്റിയില്ലെങ്കിൽ ഞാനും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും. ഓ ഇനി നിന്റെ കുറവേ ഉള്ളൂ, നീയും പറഞ്ഞു. ഞാൻ ഇറങ്ങുക. അപ്പൊ നീ നാളെ ഉച്ചയ്ക്ക് അന്നമ്മയുടെ വീട്ടിലേക്ക് ഇല്ല വരില്ലേ? അച്ചോ, ഞാൻ വന്നാൽ ആ പെണ്ണിന് ഇഷ്ടാവൂല. അപ്പോ പെണ്ണുങ്ങളെ പേടിയുണ്ട്. പേടിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ പൊയ്ക്കോ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത്? ഇയാളൊരു പഞ്ചപാവാന്ന്. പിന്നെ നിന്റെ വക്കാലത്ത് വേണമല്ലോ അവന് വരാൻ. എന്റെ അച്ചോ, ഇവക്കൊരു ചെക്കനെ കണ്ടുപിടിച്ച് കൊടുക്ക്. നല്ല ഇടി ഇടിക്കുന്ന ആളായിരിക്കണം, എന്നാലേ പെണ്ണിന്റെ തുള്ളല് മാറുള്ളൂ. അങ്ങനത്തെ ഒരാളെ തന്നെയാണ് ഞാൻ കണ്ടുവച്ചേക്കുന്നത്. നിന്നെ ഞാൻ വകതിരിവില്ലാത്ത പ്രായ, നീ സൂക്ഷിക്കണം. അവള് പാവണം അച്ചോ. അല്ല, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോ നീ രാവിലെ പള്ളിയിലേക്ക് വരില്ലേ? ഓ ആ. ടീച്ചറെ, ദാ. എന്താടാ? ഒന്ന് വേഗം വന്ന് കിടക്കണേ. എന്തിനാ? കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ഇരി. ആട് കരയുന്നു. ആ കള്ളക്കഴിവ് പിന്നെയും തുടങ്ങി. ഏത് ഭാഗത്താ കണ്ടത്? നമ്മുടെ പള്ളിയുടെ വടക്ക് ഭാഗത്ത് എന്റെ വീട്ടിലേക്ക് പോണ വഴിയിൽ വെച്ചാ ഞാൻ കണ്ടത്. ഒരാടിനെയും കടിച്ചു പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എങ്ങോട്ടാ കയറിയത്? അത് നോക്കാൻ നിന്നാ പിന്നെ ഇത് പറയാൻ ഞാനിവിടെ ഉണ്ടാവുമോ? പേടിച്ചിട്ട് എന്റെ പിന്നാലെ കൂടിയില്ല. അപ്പൊ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല, ആ കുന്നിന്റെ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്താണ് ആന്റോ, ഞമ്മക്കെല്ലാവർക്കും ഒന്നിച്ചു പോയിക്കൂടെ? എന്റെ കൂടെ വരുന്നവർ വന്നാ മതി. ഈ കാര്യത്തിൽ വാശി വേണോ? നീ എന്റെ പാട്ടിന് പോടാ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ നമ്മൾ അന്റെ കൂടെ വരാം. വേണ്ട, നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. തോക്കുള്ള ആള് വന്നിട്ടേ കാര്യമുള്ളൂ. ഒരു ഉപകാരം ചെയ്യോ? എന്താണാവോ? ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയ പുലി ഓടിപ്പോവും. പിന്നെ മഷിയിട്ട് നോക്കിയാൽ കിട്ടൂല. എന്നാലും പറ്റിയാതായിരിക്കും. പുലിയെ പതിയിരുന്നാ വെടിവെക്കേണ്ടത്. വരുന്നവർ വാടാ, അവന്റെ ഒരു ഉപദേശം. പുലി വീണോ? ഇല്ല, കൊണ്ടില്ല. പുലി ആ മടയെ കയറിയിട്ടുണ്ട്. ഇനി അത് പുറത്തു പോരുത്. അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അതിനെ കൊല്ലണം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഇനിയും പന്തങ്ങളുണ്ടെ കത്തിക്ക്. നേരം വെളുക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തേക്കുള്ള ഈ വഴി മുഴുവൻ വിറകിട്ട് കത്തിക്കണം. ഇതിൽ കൂടെ രക്ഷപ്പെടരുത്. ആ, ഒച്ച വെച്ചതിന് കുറ്റം പറഞ്ഞല്ലോ. ഇപ്പൊ ഞങ്ങളല്ലേ ആത്താക്കിയത്. ഇനി ആർക്ക് വേണേലും കൊല്ലാലോ. എന്നാ പോയി കൊല്ലേ. പൂള് വഴിക്കാതാണ്ടോ. വാറുണ്ണി അല്ലേ പുലിയെ മടയിൽ കയറ്റിയത്? അതെ അതെ, വാറുണ്ണി. ഒന്ന് പൂള് വെക്കില്ലേ? ബാറുണ്യെ, ഇതിലിപ്പോ ഒരൊണ്ടിട്ട് വെടി വെച്ചാ പിന്നെയും നടക്കണല്ലേ? 10 ആൾക്കാർ തോക്ക് കിട്ടണം. ഒറ്റ ഉണ്ടിട്ട് വെടി വെച്ചാ പിന്നെ വെടിയിൽ വെടിയാ. ഡിഷു 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 ഡിഷു. അത് മെഷീൻ ഗൺ. നമ്മളെടുത്ത് പെരുമാറിയാലേ കമ്പി എണ്ണേണ്ടി വരും. കമ്പി. ഓടോ.